തുടങ്ങല്ലേ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച ആളുകളുടെ അവരിലുണ്ടായിരിക്കുന്ന ചില വിശേഷണങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന 25 വിഭാഗം ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 25 വിഭാഗം ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തയ്യിബ്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾ, ഒന്ന്, അല്ലാഹു മുത്തഖികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ചും സൂറത്തുൽ ഇഖ്ലാസ്, അതിനെ ഇഷ്ടപ്പെടുന്നയാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ പറഞ്ഞു. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നയാളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. മുതവക്കിലുകൾ, അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധിയുള്ള ആളുകൾ, അത് ഹൃദയത്തിന്റെ ശുദ്ധിയാണെങ്കിലും മറ്റു ബാഹ്യമായ ശുദ്ധിയാണെങ്കിലും അത്തരം ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വൃത്തിയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. മുഹ്സിനുകളെ, അല്ലാഹുവിന്റെ മുഹ്സിനുകളായ അടിമകളെ, ഇഹ്സാൻ ചെയ്യുന്ന അടിമകളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. നീതി കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൽ സ്വഭാവികളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം നിർബന്ധമായി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇരിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ക്ഷമിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. മനസ്സിന്റെ ഗിന, പ്രത്യേകിച്ചും ഐശ്വര്യം, മനസ്സിന്റെ ഐശ്വര്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടും. ഖഫിയായി ജീവിക്കുന്ന, പ്രശസ്തി ആഗ്രഹിക്കാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അടിമയെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ശക്തനായ, അത് ഈമാനിന്റെ ശക്തിയാകട്ടെ അതുപോലെ തന്നെ ശാരീരികമായ ശക്തിയുള്ള മുഅ്മിനാകട്ടെ, അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു. അൻസാരികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ 25 വിഭാഗം ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമ്മൾക്ക് പറയാം. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം നസീഹത്ത് കൊടുക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ബന്ധം ചേർക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഇങ്ങനെ 25 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 26ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊന്ന് മൊത്തത്തിൽ പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു വിശേഷണം നമ്മൾക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. അങ്ങനെ ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ അത് നമ്മൾ പ്രത്യേകം ജീവിതത്തിൽ കൊണ്ടുവരാൻ, പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹ കരീമുൻ, അല്ലാഹു കരീമാൻ, യുഹിബ്ബുൽ ഖുറമാഅ,
അല്ലാഹു തആല കരീമുകളെ ഇഷ്ടപ്പെടുന്നു. കരീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു നാമമാണ്. അല്ലാഹു തആല കുറമാക്കൾ അഥവാ മറ്റുള്ളവരെ ആദരിക്കുന്ന, ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു തആല യുഹിബ്ബു ഇബാദഹുൽ ഖുറമ അല്ലദീന യുക്രിമൂന ഗൈറഹും മിൻ ഇബാദില്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും. ആദരിക്കപ്പെടേണ്ട ആളുകൾ, അവരെ ആദരിക്കുക, പ്രത്യേകിച്ചും പണ്ഡിതന്മാരെ ആദരിക്കുക, പ്രായമുള്ളവരെ ആദരിക്കുക, അതിഥികളെ ആദരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം ആദരവ് അർഹിക്കുന്ന ആളുകളുണ്ട്. അവരെ ആദരിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അടുത്തത് ജവാദുൻ, അള്ളാഹു ജവാദാണ്, ഔദാര്യവാനാണ്. യുഹിബ്ബുൽ ജവദത, ഔദാര്യം ചെയ്യുന്ന ജവാദുമാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ധാരാളമായി ഔദാര്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയാണ്, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു. അവരുടെ വിശേഷണമായി അല്ലാഹു തആല പറയുന്നത് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അവർ വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്ന ആളുകളാണ്. വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്ന, വിശ്വാസികളോട് പ്രത്യേകം ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന, വിശ്വാസികളോട് വിനയം കാണിക്കുന്ന ആളുകൾ. അതാണ് അഇസ്സത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. വിശ്വാസികളോട് പ്രത്യേകം റഹ്മത്ത് കാണിക്കുന്ന, വിശ്വാസികളോട് പ്രത്യേകം റിഫ്ഖ് കാണിക്കുന്ന, വിശ്വാസികളോട് പ്രത്യേകം നസീഹത്തുള്ള, റഹ്മത്ത് കാണിക്കുന്ന, വളരെ നന്നായി വിശ്വാസികളോട് ഇടപഴകുന്ന ആളുകൾ, അതാണ് ഒരു വിശേഷണമായി പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കാഫിറുകളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഇൻ കുൻതും തുഹിബ്ബൂന അൻ യുഹിബ്ബക്കുമുല്ലാഹു വറസൂലുഹു. നിങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫഹാഫിളു അലാ സലാസി ഖിസാൽ, 3 സ്വഭാവങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടാകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമുണ്ടാകും. ഇതിലൊന്ന് പറഞ്ഞു സിദ്ഖുൽ ഹദീസ്, സത്യസന്ധത, സംസാരത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. വഅദാഉൽ അമാന, അമാനത്തിനെ കാത്തു സൂക്ഷിക്കുക, വിശ്വാസ്യത നഷ്ടപ്പെടാതെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും വൃത്തിയിൽ അത് പൂർത്തീകരിക്കുക. വിശ്വസിച്ചാൽ നമ്മൾ ചതിക്കാൻ പാടില്ല. മൂന്നാമത്തേത് വഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുക, അയൽവാസിയോട് നന്നായി പെരുമാറുക, അയൽവാസിയോട് നന്നായി പെരുമാറുക. ഈ 3 വിശേഷണങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്കുണ്ടാകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു അയൽവാസിയാകാൻ നമുക്ക് സാധിക്കണം, നല്ലൊരു അമീനാകാൻ, വിശ്വസ്തനാകാൻ നമുക്ക് സാധിക്കണം. സത്യസന്ധത നമ്മുടെ പ്രവർത്തനങ്ങളിൽ, വാക്കുകളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കളവ് നമ്മൾ പറയാൻ പാടില്ല. കളവ് വിശ്വാസിക്ക് യോജിച്ചതേ അല്ല. ചില സലഫുകൾ പറഞ്ഞത് കാണാം, എല്ലാ സ്വഭാവവും ചിലപ്പോൾ വിശ്വാസിക്കുണ്ടാകും, 2 കാര്യങ്ങളൊഴികെ. ഒന്ന് അൽ കദിബ്, മറ്റൊന്ന് വൽ ഖിയാന. ഖിയാനത്തും കദിബും വഞ്ചനയും കളവും വിശ്വാസിയിൽ ഉണ്ടാകാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്
അവർ എല്ലാവരും ഉദൂലുകളാണ്, വിശ്വസ്തന്മാരാണ്. ഒരു സഹാബി പോലും ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞ് നമ്മൾക്ക് പറയാൻ പറ്റില്ല. എല്ലാ സഹാബിമാരും തീർത്തും സത്യസന്ധന്മാരാണ്. ഒരു ലക്ഷക്കണക്കിന് സഹാബിമാരുണ്ട്, ഒരു സഹാബിയും കളവ് പറഞ്ഞിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല ഒരാളെയും. പക്ഷേ ചിലപ്പോൾ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ചില തെറ്റുകൾ സംഭവിച്ച ആളുകളുണ്ട്. വ്യഭിചാരം സംഭവിച്ചതിന് തൗബ എറിഞ്ഞ് കൊല്ലപ്പെട്ട സഹാബിയുണ്ട്. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സഹാബിയും കളവ് പറഞ്ഞതായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്രയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. വിശ്വാസിക്ക് എന്തും ഉണ്ടാകും, പക്ഷെ കളവ് സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന കർമ്മങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിന്ന് ക്ലാസ് അവസാനിപ്പോൾ ഒരു 65 കാര്യങ്ങളൊക്കെ പറയും. ഇത് പലതും നമ്മൾ കേട്ടതായിരിക്കും, പക്ഷെ കേൾക്കുന്നതിനപ്പുറത്ത് നമ്മളൊക്കെ അത് ജീവിതത്തിൽ എത്രത്തോളം പകർത്തുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. കേൾക്കാൻ നമ്മൾ പലതും ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അതൊക്കെ ജീവിതത്തിൽ പരമാവധി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി, അള്ളാഹു ഒരു അടിമയെ തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടും. അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ അശ്ശർബത ഫയഹ്മദഹു അലൈഹാ. അവൻ വല്ലതും തിന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയും, വല്ലതും കുടിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മൾക്ക് ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. അത് തിന്നാൻ പറ്റുക എന്നുള്ളത് വേറെ അനുഗ്രഹം. ഒരുപാട് സമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിട്ട് തിന്നാൻ പറ്റാത്ത ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമില്ല. ഭക്ഷണത്തിന് ശേഷം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹി ലദി അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ. അർത്ഥം ഈ പ്രാർത്ഥന ആർക്കൊക്കെ അറിയാം? അൽഹംദുലില്ലാഹി ലദി അത്അമ വസഖ, എന്നെ ഭക്ഷണം കഴിപ്പിച്ച, വെള്ളം കുടിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വസവ്വഗഹു, ആ ഭക്ഷണത്തെ നമ്മുടെ വയറ്റിലേക്ക് ഇറക്കിയവൻ. ഇതൊക്കെ ഈ വാക്കിനൊക്കെ എത്ര അർത്ഥമുണ്ടെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാത്ത ആളുകളുണ്ട്. ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടോ. ഭക്ഷണം ഇവിടുന്ന് ഇറങ്ങൂല, ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിച്ചു പോകുന്ന ആളുകളുണ്ട്. പല രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്ന പലതരം ക്യാൻസറുകൾ ബാധിച്ച ആളുകൾക്ക് തിന്നാൻ കഴിയൂല. തിന്നത് പുറത്തു പോകണം. 3 ദിവസം നമ്മൾ ടോയ്ലറ്റ് പോയിട്ടില്ല, നമുക്ക് പിന്നെ ഒന്നും തിന്നാൻ കഴിയില്ല, നമ്മുടെ ശരീരം മൊത്തം പ്രയാസത്തിലായിരിക്കും. അതിന് പുറത്തേക്ക് പോകാനുള്ള മഖ്റജ് നിശ്ചയിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതി. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ എത്ര വലിയ അനുഗ്രഹമാണ് അറിയോ. ഇതൊന്നും ഇല്ലാത്ത ആളെ, ജനിക്കുമ്പോ തന്നെ മലദ്വാരമില്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാണ്. ഇതുണ്ടായിട്ടും ഒരാഴ്ചക്ക് മരുന്ന് കുടിച്ചിട്ട് ടോയ്ലറ്റ് പോകുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് അത് ചെയ്യുന്നത്. അതാണ് അള്ളാഹു നൽകിയ നിഅമ, ഇത് ചെറുതല്ല, അത് പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഭക്ഷണം ഉണ്ടാവുക. പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. നമ്മളൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ടോ? നമ്മൾക്കൊക്കെ ഒന്ന് നാസ്ത ഉണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം, നമുക്ക് അതിനെക്കുറിച്ച് ബേജാറുമില്ല. പക്ഷേ അങ്ങനെയുള്ള ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ട്. അപ്പോൾ ഒരു ഭക്ഷണം കിട്ടിയാൽ അക്കിലത്തിന് ഒരു ഒറ്റ ഉരുള തിന്നാൽ, അല്ലെങ്കിൽ ഷർബത്ത്, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റിയാൽ അവൻ അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അടുത്തത് പല്ല് തേക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫമി മർദാത്തുൻ ലിർറബ്ബ്. സിവാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കൽ. ഇതിന് ഏറ്റവും അഫ്ളലായത് അറാക്ക് പോലെയുള്ള കൊള്ളി കൊണ്ട് പല്ല് തേക്കുന്നതാണ്. ഇനി ബ്രഷ് കൊണ്ട് പല്ല് തേച്ചാലും അത് നല്ലതാണ്. അത് മത്ഹറത്തുൽ ലിൽ ഫം, അത് വായക്ക് വൃത്തിയാണ്. മർദാത്തുൽ ലിർറബ്ബി, റബ്ബിന്റെ ഇഷ്ടം, തൃപ്തി നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് സിവാക്ക് എന്ന് പറഞ്ഞാൽ. വളരെ പ്രബലമായ സുന്നത്താണ്, വളരെ പ്രബലമായ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തർതു അലൈക്കും ബിസ്സിവാക് ഹത്താ ഖശീതു അലാ അക്തർതു അലൈക്കും ബിസ്സിവാക്. ഞാൻ നിങ്ങളോട് സിവാക്കിന്റെ കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, എനിക്ക് കൽപ്പന വന്നിട്ടുണ്ട് പല്ല് തേക്കണം, പല്ല് തേക്കണം. എത്രത്തോളം അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വന്ന്, ഹത്താ ഖശീതു അലാ അസ്നാനി, എന്റെ പല്ല് തേച്ച് പല്ലിന് എന്തെങ്കിലും പരിക്ക് വരുമോ എന്ന് പേടിക്കുമാറ്
അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ് പല്ല് തേക്കുക എന്നുള്ളത്. പല സമയത്തും സുന്നത്തായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിക്കണം. അപ്പോ അള്ളാഹു തആലക്ക് ഇഷ്ടമുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് പല്ല് തേക്കുക എന്നുള്ളത്. അപ്പോ ചില കർമ്മങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില കർമ്മങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രത്യേകം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്യാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത്, അല്ലെങ്കിൽ വേറെ റിവായത്ത് അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ, ഏറ്റവും അതിന്റെ ഒന്നാമത്തെ സമയത്ത് തന്നെ നിർവഹിക്കുക. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം. നിസ്കാരം അതിന്റെ ഏറ്റവും ഒന്നാമത്തെ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പലരും ളുഹർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളായിരിക്കും. അവരെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു 3-3:30 ആകുമ്പോൾ അസറിനോട് അടുപ്പിച്ചായിരിക്കും നിസ്കരിക്കുക. നമ്മൾ ബാങ്ക് കേട്ടാൽ ഉടനെ ഒരു 10-20 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിക്കണം. ആണും പെണ്ണും നേരത്തെ നിസ്കരിക്കും. പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനുശേഷം ചെയ്തു തീർക്കുക. നിസ്കാരം അതിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകണം. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ്. സഹാബത്ത് ചോദിച്ചു, സുമ്മ അയ്യു, പിന്നീട് ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖതുല്ലാഹി ഫീ സഖതിഹിമ, അള്ളാഹുവിന്റെ ദേഷ്യം, കോപം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്, കോപത്തിലാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് അവരുടെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണത്. അള്ളാഹുവിന്റെ തൃപ്തി അതിലാണ്. മാതാപിതാക്കളുടെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ കാരണമാകുന്ന പ്രവർത്തനമാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നൊരാളെ കുറിച്ച് പറയണമെങ്കിൽ അയാൾ നിർബന്ധമായി 5 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ആരാ പറയാം? ഒരാൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു എന്ന് പറയണമെങ്കിൽ അയാൾ 5 കാര്യങ്ങൾ ചെയ്യണം. ആരാ പറയാം? കേട്ടണ? സൂറത്തു അൽ ഇസ്രായിലെ 23-24 ആയത്തുകളിൽ അതുണ്ട്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. 5 കാര്യങ്ങൾ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾക്ക് ഒരാൾ പുണ്യം ചെയ്തു എന്ന് പറയണമെങ്കിൽ മിനിമം ഈ 5 കാര്യങ്ങൾ ചെയ്യണം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. 1, വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞതിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. രണ്ടാമത്തേത്, ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. അവരോട് ചെറുതും വലുതുമായ ഒരു ഉപദ്രവവും അവർക്ക് വരുത്തി വെക്കാൻ പാടില്ല. ഈ ആയത്തിൽ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം വാപ്പയും ഉമ്മയും ചെയ്തത് നമുക്ക് പറ്റിയില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഏയ് എന്ന് പറയും, അല്ലേ? ഇതാണ് ശരിക്കും ഉഫിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഒരു കാര്യം എന്ന് പറയില്ല, നമുക്ക് പറ്റാതെ. അതവജ്ജറു എന്നാണ് അതിന്റെ അറബിയിൽ ഉഫിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇസ്മു ഫിഅൽ മുദാരി എന്നാണ് പറയാം. അത് നമ്മൾ പരിഭാഷപ്പെട്ട ചേ എന്നാണ്. ചേ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു വാക്കാണ്. അപ്പൊ ചെറിയതും ചെയ്യാൻ പാടില്ല. വലാ തൻഹർഹുമാ,
അവരെ വരട്ടാനും പാടില്ല എന്ന് പറഞ്ഞാൽ വലുതും പാടില്ല. പിന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നന്മ ചെയ്യണം, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ഖാലു സുറൂർ എന്നാണ് പണ്ഡിതന്മാർ ഈ ഭാഗത്തെ പറഞ്ഞു. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന് കുറച്ച് സംസാരിക്കുക. മാതാപിതാക്കൾക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അവരുടെ കൂടെ ചേർന്ന് നിന്ന് കുറച്ചു നേരം സംസാരിക്കുക. ഇദ്ഖാലു സുറൂർ, മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ചിലപ്പോൾ ചില പാക്കുമാർക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചില ബേക്കറിയൊക്കെ ഉണ്ടാവും, അത് വാങ്ങിക്കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഇഷ്ടമായിരിക്കും, അവരെ യാത്രയിൽ കൊണ്ടുപോവുക. അതൊക്കെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോ ഒന്ന് ബദ്ലുൽ മഅറൂഫ്, രണ്ട് കഫുൽ അദാ, മൂന്നാമത് ഇദ്ഖാലു സുറൂർ. മാതാപിതാക്കളെ എങ്ങനെയൊക്കെ അനുവദനീയമായ രൂപത്തിൽ സന്തോഷിപ്പിക്കാൻ പറ്റുമോ സന്തോഷിപ്പിക്കുക. നാലാമത്തേത് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, മാതാപിതാക്കളോട് വിനയം കാണിക്കണം. വിനയം. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ഒരാൾ മിനിമം ബാറുൽ വാലിദൈൻ അല്ലെങ്കിൽ ബർറുൽ വാലിദൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് 5 കാര്യം? നന്മ ചെയ്യണം, അവർക്ക് ചെറുതും വലുതുമായ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, ഇദ്ഖാലു സുറൂർ, അവർ സന്തോഷിപ്പിക്കണം, അതുപോലെ തന്നെ അവരോട് വിനയം കാണിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇത് ഇങ്ങനെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്താൽ അള്ളാഹുവിന് അവനെ ഇഷ്ടമുണ്ടാകും. അടുത്തത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 2 ആൾ നിസ്കരിക്കുന്നത്. ജമാഅത്തിന്റെ പ്രാധാന്യം പറയാണ്. 2 ആൾ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് 3 ആള്. ജമാഅത്തിന് എത്ര ആളുകൾ വർദ്ധിക്കുന്നുണ്ട് അത്രയും അതിന് കൂലി കൂടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ കാനു അക്സറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല, ജമാഅത്തിന്റെ ആള് എത്ര എണ്ണം വർദ്ധിക്കുന്നുണ്ട് അത്രയും അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്രയും കൂടുതൽ ആളുകളുണ്ടോ അത്രയും അള്ളാഹുവിനത് കൂടുതൽ ഇഷ്ടമാണ്. ഒരു 10 ആളുള്ള ജമാഅത്തിനേക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് 11 ആളുള്ള ജമാഅത്താണ് നിസ്കാരത്തിൽ. അപ്പോ ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. എത്ര ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അത്രയും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സൊഫ് ചേർന്ന് നിൽക്കുക, സൊഫിന്റെ ഗ്യാപ്പ് അടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, വമാ മിൻ ഖുത്വത്തിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഖുത്വത്തിൻ യംശീഹൽ അബ്ദു യസിലു ബിഹാ സഫാ. ഒരടിമ സൊഫ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി വെക്കുന്ന ഓരോ സ്റ്റെപ്പും, ആ സൊഫിലെ ഗ്യാപ്പ് അടക്കാൻ വേണ്ടി അവൻ വെക്കുന്ന ഓരോ ഖുത്വ, ഓരോ സ്റ്റെപ്പും അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഖുത്വത്താണ്, കാലടിയാണ്, സ്റ്റെപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൊഫുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. ചേർന്ന് നിൽക്കണം, മറ്റൊരാളെ കയറി ചവിട്ടണം എന്നല്ല, അയാൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ചേർന്ന് നിൽക്കണം. ഇതിന് പ്രാധാന്യമുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം, രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രാത്രി നിസ്കാരം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് രാത്രി നിസ്കരിച്ചിരുന്നത്? കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി അദ്ദേഹം ഉറങ്ങും. വയഖൂമു സുലുസഹു, എന്നിട്ട് 2/3 ഭാഗം രാത്രി എണീറ്റ് നിസ്കരിക്കും. വയനാമു സുദുസഹു, എന്നിട്ട് 1/6 വീണ്ടും ഉറങ്ങും. ഇതിന്റെ രൂപം എന്താ അങ്ങനെ മനസ്സിലാക്കണം. രാത്രി ഇശ കഴിഞ്ഞിട്ട്, ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം. ഇശ കഴിഞ്ഞിട്ടാണ് രാത്രി നിസ്കാരം തുടങ്ങുക. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയും മഗ്രിബിന് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന റവാത്തിബല്ലാത്ത എല്ലാ സുന്നത്ത് നിസ്കാരം എന്താണ്? രാത്രി നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഇശ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ റവാത്തിബ് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നിസ്കാരം നിസ്കരിച്ചാലും ഒക്കെ എന്താണ്? രാത്രി നിസ്കാരത്തിൽ പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തയ്യിബ്. അപ്പോൾ ഐഷ മുതൽ സുബഹി വരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നത് ഒരു 6 മണിക്കൂറുണ്ടെന്ന് വിചാരിച്ചോളി, ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ. ആ 6 മണിക്കൂറിൽ അതിന്റെ പകുതി ആരുറങ്ങും? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ 3 മണിക്കൂർ ഉറങ്ങി. 3 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കും. എന്നിട്ട് പിന്നെ സുലുസ്,
6ന്റെ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂറാണ്. 6ന്റെ 3 ഭാഗമാക്കിയാൽ അതിന്റെ 2 ഭാഗം, അല്ല അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 6ന്റെ 1/3 പറഞ്ഞാൽ 2 മണിക്കൂർ. 2 മണിക്കൂർ എന്ത് ചെയ്യും? രാത്രി നിസ്കരിക്കും. വയനാമു സുദുസവും, ബാക്കി 1 മണിക്കൂർ ഉണ്ടാവും. 3 മണിക്കൂർ ഉറങ്ങി, പിന്നെ 2 മണിക്കൂർ, 6 മണിക്കൂറാണ് ടോട്ടല്. പിന്നെ 2 മണിക്കൂർ എണീറ്റ് നിസ്കരിക്കുന്നു, പിന്നെ 1 മണിക്കൂർ വീണ്ടും ഉറങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? വളരെ ഉന്മേഷത്തോടു കൂടി സുബഹി ജമാഅത്തിന് അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നു. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രാത്രി നിസ്കാരത്തിന്റെ രൂപം. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മള് രാത്രി നിസ്കരിച്ചിട്ട് ആ ഉറക്കത്തിന്റെ ചടപ്പൊക്കെ എന്ത് ചെയ്യും? അവസാനത്തെ 1 മണിക്കൂർ ഉറങ്ങിയാൽ ശരിയാവും. അപ്പൊ ഈ രാത്രിയുടെ അവസാന ഭാഗം അതിൽ കിട്ടും ചെയ്യും. കാരണം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ രാത്രിയുടെ അവസാന ഭാഗത്തിലെ പ്രധാനപ്പെട്ട സമയമായിരിക്കും. പിന്നെ 1 മണിക്കൂർ ഒന്ന് കറന്ന് റെസ്റ്റ് എടുക്കുക, പിന്നെന്ത് ചെയ്യും? സുബഹിസ്കാരത്തിന് പിന്നെ ഒരു ഉറക്കക്ഷീണം ഉണ്ടാവില്ല. ഇത് ശരിക്കും നല്ലൊരു പദ്ധതിയാണ്. സാധാരണ നമ്മൾ ചിലപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ആളുകൾ പിന്നെ സുബഹിക്ക് കിടന്നിട്ട് അല്ലെങ്കിൽ സുബഹിന്റെ സമയത്തൊക്കെ തൂങ്ങും. കാരണം ഉറക്കൊഴിച്ച് നിസ്കരിച്ചിട്ടായിരിക്കും. പക്ഷെ രാത്രി നിസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് അവസാനത്തിൽ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്താൽ അതിന്റെ മുന്നേ എണീറ്റ് നിസ്കരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നല്ല ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാം? സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കാം. പിന്നെ സുബഹിക്ക് ശേഷം ഉറക്കമൊന്നും ഉണ്ടാവില്ല. സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. കാരണം ഏറ്റവും ബറക്കത്തുള്ള ഒരു സമയമാണ്. തയ്യിബ്, ഇനി അടുത്ത് നോക്ക്. അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പാൻ. കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് മുറിക്കും. ഒന്നിടവിട്ടിട്ടുള്ള ദിവസത്തിലാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പ്. അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ നോക്ക്, ഇങ്ങനെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യാം? അത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് ഏത് സന്ദർഭത്തിലാണ് അത് പറ്റുന്നത് അത് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. അടുത്ത് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ, അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയായി രാത്രി നിസ്കരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പം വിത്റാക്കുക, നിസ്കാരം, രാത്രി നിസ്കാരം ഒറ്റയാക്കി അവസാനിപ്പിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്ന് നോക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾക്ക് പരിചയമുള്ള കാര്യമാണ്. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം അതിലുള്ള കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ. ദുൽഹിജ്ജ ആദ്യത്തെ 10 ധാരാളം കർമ്മം ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ആ 10 ദിവസത്തിലെ കർമ്മങ്ങളാണ്. പകൽ പരിഗണിച്ചാൽ ഏറ്റവും അഫ്ദലായ 10 പകലുകൾ ഏതാണ്? ദുൽഹിജ്ജയിലെ 10 പകലുകളാണ്. രാത്രി പരിഗണിക്കുമ്പോൾ ഏറ്റവും അഫ്ദലായ 10 ദിവസം ഏതാണ്? റമദാനിലെ അവസാനത്തെ 10 ദിവസമാണ്. ലൈലത്തുൽ ഖദർ ഉള്ള പകൽ, രാത്രി. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈമാനും ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സുമ്മ സിലത്തുർ റഹിം, പിന്നെ കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിന് ഏറെ ശ്രേഷ്ഠതയുണ്ട്. കുടുംബബന്ധം ചേർക്കുന്നതിൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. സുമ്മൽ അംറു ബിൽ മഅറൂഫ്, പിന്നെ നന്മ കൽപ്പിക്കുക. വന്നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു തിന്മ കാണുമ്പോൾ വളരെ ഹിക്മത്തോടുകൂടി ആ തിന്മയെ എതിർക്കുക എന്നുള്ള അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ചിലപ്പോൾ തിന്മ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു തിന്മ എതിർക്കുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ അയാൾ പറയും എന്റെ കാര്യം നോക്കിപ്പോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാകണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം. അയാൾ കേട്ടോ കേട്ടില്ല നമുക്ക് വിഷയമല്ല. പക്ഷെ പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയോടുകൂടിയാകണം. ഒരാളെ തിന്മ വിരോധിക്കുന്നതിന് അദബുകളുണ്ട്. ചില ആളുകൾ തിന്മ വിരോധിക്കുക എങ്ങനെയാണ്? ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അറിഞ്ഞു, അയാൾ സദസ്സിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അത് ചെയ്യരുത് എന്ന് വഷളാക്കി പറയരുത്. നമ്മൾ ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും തിന്മ വിരോധിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഞാൻ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, അതിനൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ നന്മ കൽപ്പിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ആ തിന്മ വിരോധിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അയാളോടുള്ള നസീഹത്താണ്. അയാളുടെ ജീവിതം മാറണം. അയാളെ വഷളാക്കുക, അയാളെ അഭിമാനം ക്ഷതം വരുത്തുക, അതല്ല നമ്മുടെ ഉദ്ദേശം. അയാൾ മാറി വരണം. അയാൾ മാറി, നമുക്ക് ചിന്തിച്ചു നോക്കും, ഒരു നിസ്കരിക്കാൻ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാത്ത ഒരാൾ നമ്മൾ അവനെ ചേർത്ത് പിടിച്ച് അവനെ കുറച്ച് ഉപദേശിച്ചു. നിസ്കാരം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകും. അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. അവൻ അന്ന് മുതൽ നിസ്കാരം തുടങ്ങി. അയാൾ 10-60 വർഷം ജീവിക്കുമ്പോൾ 60 വർഷം ജീവിച്ച ആ നിസ്കാരത്തിന്റെ ഈ കൂലി ഇയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു തിന്മ ചെയ്യുന്നുണ്ട്, വളരെ സ്നേഹത്തോടുകൂടി ആ തിന്മയുടെ ഗൗരവം അവന് പറഞ്ഞു കൊടുത്തു. ആ തിന്മ അവൻ ഉപേക്ഷിച്ചു. അതിനുള്ള കൂലി ഇയാൾക്കാണ്. നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്പൊ നോക്ക്, നന്മ പ്രചരിപ്പിക്കുക, നമുക്ക് നല്ലൊരു ദർസുണ്ട്, ഒരു ഫായിദുണ്ട്. അത് നമ്മുടെ കുടുംബക്കാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, ഒരു സുന്നത്തായിരിക്കും. പക്ഷേ നമ്മൾ അറിയിച്ചു കൊടുത്തയാൾ നമ്മൾ അയച്ചു കൊടുത്തത് കേട്ട് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ പകർത്തുന്നത്. നമ്മൾ ചിലപ്പോൾ അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അയച്ചു കൊടുത്തയാൾ അയാൾ പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ കൂലിയാണ്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഇതിൽ പറയുന്ന ഓരോ വിഷയവും എന്താണ്, വളരെ 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 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഓരോ കാര്യങ്ങളും വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. അതേപോലെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരുപാട് അധികാറുകളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ചില വാക്കുകൾ 4 എണ്ണമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. വലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. ഇത് ചൊല്ലുമ്പോൾ ആദ്യം ഏത് ചൊല്ലിയാലും പ്രശ്നമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ആദ്യം പറഞ്ഞു, കുഴപ്പമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാചകങ്ങളാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ നമ്മൾ ഏറെ പറയുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഖൈർ പറയട്ടെ. ഒരാൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞില്ലേ. എന്താ ഖൈർ എന്ന് പറഞ്ഞാൽ? ഖൈർ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദാത്തിയായി ഖൈറായ കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഖൈറായിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അത് നേരിട്ട് ഖൈറാണ്. വേറെ ചില കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശം കൊണ്ട് ഖൈറാക്കാൻ പറ്റും. ഉദ്ദേശം കൊണ്ട് ഖൈറായിട്ട് വരും. അത് ഇപ്പൊ നമ്മുടെ ഉമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് തമാശ പറയാന്ന് പറഞ്ഞാൽ അസുലൻ ഖൈറായ കാര്യമല്ല. പക്ഷെ ഉമ്മയെ സന്തോഷിപ്പിക്കുക എന്ന നിലയ്ക്ക് ഉമ്മാനോട് കുറച്ചൊരു തമാശ പറഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് കൊണ്ട് അതൊരു ഖൈറായ സംസാരമായി മാറി. ഇങ്ങനെ അവൻ പറയട്ടെ. അപ്പൊ അതിൽ നേരിട്ട് തന്നെ നന്മയുള്ള വാക്കുകളാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അൻ യഖൂലൽ അബ്ദു സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു വാചകമാണ് ഒരു അടിമ ഇങ്ങനെ പറയുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ഞാൻ തസ്ബീഹ് നടത്തുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന അർത്ഥമുള്ള ഈ വാക്ക്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. നാവിന് എളുപ്പമുള്ള 2 വാക്കുകൾ. സഖീലതാനി ഫിൽ മീസാൻ. നാളെ പരലോകത്ത് മീസാനിൽ ഏറെ ഖനം തൂങ്ങുന്ന 2 വാക്കുകൾ. ഹബീബതാനി ഇലർ റഹ്മാൻ. റഹ്മാനായ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള 2 വാക്കുകൾ ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ഹദീസാണ് ഇമാം ബുഖാരിയുടെ സഹീഹിലെ ഏറ്റവും അവസാനത്തെ ഹദീസ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി 1-ാമത്തെ ഹദീസ് ഏതാ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏറ്റവും അവസാനത്തെ ഹദീസ് ഇതാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. ഇങ്ങനെ ഉള്ള അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള വാചകങ്ങൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹ് സത്യം ചെയ്യുകയാണെങ്കിൽ, വെറുതെ എപ്പോഴും സത്യം ചെയ്യരുത്, പക്ഷേ സത്യം ചെയ്യുകയാണെങ്കിൽ ആരെ വെച്ചിട്ട് സത്യം ചെയ്യേണ്ടത്? അള്ളാഹുവിനെ വെച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഹ്ലഫ ബിഹി. അള്ളാഹുവിനെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. സത്യം വെറുതെ ചെയ്യരുത് അനാവശ്യമായിട്ട്. പക്ഷെ സത്യം ചെയ്യുകയാണെങ്കിൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. പിന്നെ നോക്ക്, അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊന്നാണ് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അസ്സ വജല്ല അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകളാണ് ഒന്ന് അബ്ദുള്ളയും മറ്റൊന്ന് അബ്ദുർറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകളാണ്. ഇതിൽ അബ്ദുർറഹ്മാൻ എത്ര ആളുണ്ട്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേരാണ്. നമുക്ക് മക്കൾക്ക് എല്ലാവരും അബ്ദുള്ള അബ്ദുറഹ്മാൻ ഇടണമെന്നല്ല, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്.
അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേരാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് ഇത് ഇഷ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുട്ടിയുടെ പേര് അബ്ദുള്ളയാണ്, അല്ലേ? അബ്ദുള്ള, തയ്യിബ്, താഹിർ, തയ്യിബ് എന്നൊക്കെ പേരുള്ള അബ്ദുള്ള, തയ്യിബ്. മറ്റൊന്ന് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല. ഈ അഹബ്ബുൽ അഅമാൽ പലയിടത്തും വന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക. ഒരു മുസ്ലിമിനെ എങ്ങനെയൊക്കെ അനുവദനീയമായ രൂപത്തിൽ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനമാണ്. നമ്മളൊരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ അയാൾക്ക് സന്തോഷമാവും. ഒന്ന് കൈപിടിച്ച് സലാം പറഞ്ഞ് എന്താ വിശേഷം ചോദിച്ചാൽ അയാൾക്ക് സന്തോഷം ഉണ്ടാകും. അയാൾ പ്രയാസപ്പെടുന്നത് സഹായിച്ചാൽ അയാൾക്ക് സന്തോഷം ഉണ്ടാകും. അപ്പൊ എങ്ങനെയൊക്കെ വിശ്വാസിയെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മമാണ്. ഔ യക്ഷിഫു അൻഹു കുർബതൻ. ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കി കൊടുക്കുക. പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ ദീനിയായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, അറിവില്ലായ്മ ഉള്ള ആളുകൾ. അവരെ നമ്മൾ അവരുടെ പ്രയാസം നീക്കി കൊടുക്കുക. ഔ യഖ്ദി അൻഹു ദൈനൻ. ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, അത് നീക്കി കൊടുക്കുക. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മങ്ങളാണ്. ഔ തത്റുദ അൻഹു ജൂഅൻ. ഔ യത്റുദ അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പടക്കി കൊടുക്കുക. വലിയ കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നോക്ക്, ഇസ്ലാമിന്റെ ഒരു ഭംഗി നോക്ക്. എന്തൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം അത് മുസ്ലിങ്ങൾ നടപ്പിലാക്കണം. അപ്പോഴേ എന്തേയുള്ളൂ ഇതിന്റെ ഭംഗി ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു പ്രവർത്തനം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് കുറച്ചാണെങ്കിലും. പതിവായിട്ട് നമുക്ക് കുറച്ച് കർമ്മങ്ങൾ ഉണ്ടാകണം. ചില ദിവസം കുറെ ചെയ്യുക, പിന്നെ മറ്റേ ദിവസം ഒന്നുമില്ല, ഡൗൺ ആകും. അതല്ല, പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് ഉണ്ടാകണം. അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെ കുറിച്ച്, അദ്ദേഹം എന്തെങ്കിലും പ്രത്യേക ദിവസം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാന അമലുഹു ദീമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളും ധീമത്തായിരുന്നു. ധീമത്ത് എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടാകണം. പതിവായിട്ട് ഖുർആനിൽ നിന്ന് ഒരു ഭാഗം, അദ്കാറുകൾ ഇത്ര, നമുക്കൊരു ഔറാദ് യൗമിയ, വിർദുൻ യൗമി, ഓരോ ഡെയിലി നമ്മൾക്ക് ചെയ്യേണ്ട ചില ദീനിയായ ചിട്ടകൾ ഉണ്ടാകണം. നോമ്പിന്റെ കാര്യത്തിൽ, സദഖയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു നിശ്ചിത, കൂടുതലൊന്നുമില്ലെങ്കിലും പതിവായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. ഇപ്പൊ രാത്രി നിസ്കാരം ഒരു റക്അത്താണെങ്കിൽ എല്ലാ ദിവസവും ഒരു റക്അത്തെങ്കിലും മിനിമം നിർവഹിക്കും. ഒരു ദിവസം 11 റക്അത്ത് നിസ്കരിച്ചു, പിറ്റേ ദിവസം നിസ്കാരമല്ല, പിന്നെ ഒരു 3 റക്അത്ത്, പിന്നെ ഒരാഴ്ചക്ക് നിസ്കാരമല്ല, അങ്ങനെയല്ല. ഒന്നാണെങ്കിൽ 1 നിലനിർത്തുക, 3 ആണെങ്കിൽ 3 നിലനിർത്തുക. അതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം, പതിവായി ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചം. അയാൾക്ക് പിന്നെ എന്തെങ്കിലും ശർഈയായ കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ കൂലി ഇങ്ങനെ കിട്ടും. പതിവായി ഒരു ആൾ ജമാഅത്തിന് പോകുന്നുണ്ടെങ്കിൽ അയാൾ രോഗം കൊണ്ട് ഒരു മാസം കിടപ്പിലായി, അല്ലെങ്കിൽ വർഷങ്ങൾ കിടപ്പിലായി, പക്ഷെ അയാൾക്ക് അത്രയും വർഷം കൂലി കിട്ടും. കാരണം അയാൾ പതിവായി ചെയ്യുന്ന കർമ്മമായതുകൊണ്ട്. മറ്റൊന്ന് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹ്. നീ മരിക്കുമ്പോൾ നിന്റെ നാവ് അള്ളാഹുവിനെ ദിക്ർ കൊണ്ട് പച്ചയുള്ളതായിരിക്കണം, നനവുള്ളതായിരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തൊക്കെ അദ്കാറുകളുണ്ടോ ദിക്ർ, അത് ധാരാളമായി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, മഗ്ഫിറത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇബ്നു സലാഹ് റഹിമഹുല്ലാ പറഞ്ഞു, എങ്ങനെ ഒരാൾക്ക് ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുക? നാല് ദിക്റുകൾ നമ്മൾ പതിവാക്കിയാൽ من حافظ على أذكار الصباح والمساء وأذكار بعد الصلوات وأذكار عند النوم عد من الذاكرين الله كثيرا.
രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ അതെപ്പോഴാ സമയം തുടങ്ങാം? രാവിലെ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് രാവിലെ ആകുന്നത്. സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ പകലായി, പ്രഭാതായി. അപ്പൊ സുബഹി ബാങ്ക് കൊടുക്കുന്ന മുതൽ തുടങ്ങാം. ചില ആളുകൾ മനസ്സിലാക്കിയത് സുബഹിസ്കാരം കഴിഞ്ഞിട്ടാണ് തുടങ്ങേണ്ടതെന്നാണ്. സുബഹി ബാങ്ക് കൊടുത്താൽ തന്നെ ആരംഭിക്കാം. ഏതുവരെ പോകാം? സൂര്യ ഉദിക്കണവരെ. അതാണ് ഏറ്റവും അഫ്ളലായ സമയം. പക്ഷെ നമ്മൾക്ക് ആ സമയത്ത് ചൊല്ലാൻ പറ്റിയിട്ടെങ്കിൽ ഉച്ചവരെ സമയമുണ്ട് എന്ന് ഷെയ്ഖ് റൈസ് ഹഫിളഹുല്ലാഹ് അവരെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഉണ്ട്. ഒരാൾ ഈ സമയത്ത് ചൊല്ലാൻ പറ്റിയില്ല, ഇനി അത് സമയം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കണ്ട. എത്രയും നേരത്തെ ചൊല്ലിയ എന്താ ഗുണം? എന്താ? അത്രയും നേരത്തെ അതിന്റെ ഗുണം കിട്ടും. ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ എന്ന് രാവിലെ ഏറ്റവും നേരത്തെ ചൊല്ലിയ എന്താണ്? ആ പ്രൊട്ടക്ഷൻ ഏറ്റവും നേരത്തെ കിട്ടും. രാത്രി വൈകുന്നേരത്തെ ദിക്റുകൾ അതാണ് രണ്ടാമത്തെ. അസറിന് ശേഷം ഒരാൾ മഗ്രിബിന് ഇടയിൽ ചൊല്ലുക, അല്ലെങ്കിൽ അതിന് ചൊല്ലാൻ പറ്റില്ല, അതിന് ശേഷവും ചൊല്ലാം. മഗ്രിബോടുകൂടി തീരുന്നില്ല, ഒരാൾക്ക് മഗ്രിബിന് മുമ്പ് ചൊല്ലാൻ പറ്റില്ല, അതിന് ശേഷം ചൊല്ലാം. അതേപോലെ തന്നെ അദ്കാരിൻ ബഅദ സ്വലവാത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള 5 വഖ്ത് നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ. പിന്നെ അദ്കാരിന്നോ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ. ഇത് 4ഉം ഒരാൾ പതിവാക്കിയാൽ ഞാൻ നിങ്ങളൊക്കെ പതിവാക്കേണ്ട അതിനപ്പുറത്തും അദ്കാറുകളുണ്ട്. അതെല്ലാം പരമാവധി ഇത് നമ്മൾ വിട്ടുപോകരുത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ അഫുവാണ്, ധാരാളമായി മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് അഫു ഇഷ്ടമാണ്. ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണമേ എന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ത്? വിട്ടുകൊടുക്കുക, വിട്ടുവീഴ്ച. നമ്മുടെ ആരെങ്കിലും ഒരു ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുക. പ്രത്യേകിച്ച് ഒരാളൊന്ന് മാപ്പ് ചോദിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കുക. വലിയ ഗുണമാണ്. അഫ്വ് വളരെ വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. വിട്ടുകൊടുക്കാൻ ശരിക്കും തോറ്റെടുക്കലാണ്. നമ്മളൊരാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, നമുക്ക് പ്രയാസം ഉണ്ടായിട്ടും ഞാൻ പുറത്തു പോകും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ആളുകൾക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഒരിക്കൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ കേട്ട സംഭവം? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് രാത്രി നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഉഫു അമ്മൻ ളലമനി, അല്ലാഹുവേ എന്നോട് അക്രമം ചെയ്ത ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കന്നെ. എന്താ പ്രാർത്ഥിക്കണം? ആ മനസ്സ് നോക്ക്. അയാളെ ആക്രമിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഉഫു അമ്മൻ ളലമനി, അങ്ങനെ പ്രാർത്ഥിക്കണം. ഇത് കേട്ട ആള് ആഗ്രഹിച്ചു പോയി, ഇയാളെ ആക്രമിച്ച ആളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ. പ്രാർത്ഥന കിട്ടണത്. സുബഹിയായപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? പറയുന്നു, അള്ളാഹ് പറഞ്ഞതാണ്, വമൻ അഫാ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും സുൽഹ് ഉണ്ടാക്കി പുറത്തു കൊടുത്താൽ അവൻ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ട്. ഈ ആയത്താണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. കൂലി കിട്ടും. അതാണ് മഹാന്മാരായ സലഫുകൾ അങ്ങനെയായിരുന്നു. അപ്പം പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക. പ്രത്യേകിച്ചും സലഫികൾ തമ്മിൽ ചില ആളുകൾ, അടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ വിട്ടുകൊടുക്കൂല, ഭയങ്കര പ്രശ്നമാവും. ചെറിയൊരു വിഷയമായിരിക്കും. അതുകൊണ്ട് പരസ്പരം ഏറ്റവും അഫു കാണിക്കാൻ അർഹത ആയിരിക്കണം നമ്മൾ തമ്മിലാണ്. എന്താ പറയുക, ആദർശ സുഹൃത്തുക്കൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സംഭവിക്കേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാ സംഭവിക്കുക. ആദർശ സുഹൃത്തുക്കൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അത് ഭയങ്കര വിഷയമാക്കി. അങ്ങനെയല്ല. നമ്മൾ ഒരേ ആദർശത്തിലിരിക്കുന്ന ആളുകൾക്ക് വരുന്ന വീഴ്ചകളാണ് നമ്മൾ ഏറ്റവും എന്ത് ചെയ്യേണ്ടത്? വ്യക്തിപരമായ കാര്യങ്ങൾ അഫു ചെയ്യേണ്ടത്. തയ്യിബ്. അടുത്ത് നോക്ക്, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റഫീഖാണ്, റിഫ്ഖ് കാണിക്കുന്നവനാണ്. യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും റിഫ്ഖ് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ലോലമായ പെരുമാറ്റം, ലാളിത്യം.
അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഷിദ്ദത്ത്, എല്ലാവരോടും കർക്കശ സ്വഭാവം. അതല്ല അസ്ല്. നമ്മുടെ സ്വഭാവത്തിൽ എന്താണ്? അസ്ല് റിഫ്ഖാണ്. ആളുകളോട് പെരുമാറേണ്ടത് റിഫ്ഖോട് കൂടിയിട്ടാണ്. അതാണ് അസ്ല്. ഷിദ്ദത്ത് ചില സന്ദർഭത്തിലേ പാടുള്ളൂ. എപ്പോഴാ? ഷിദ്ദത്ത് അസ്ലല്ല, ഷിദ്ദത്ത് ചില സന്ദർഭത്തിലാണ്. ഇപ്പൊ ഒരു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ സ്ട്രോങ് ആകേണ്ടി വരും. അത് ഒരു തിന്മ കാണുമ്പോൾ ഹറാമ് ചെയ്യുന്ന ആളോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചില സന്ദർഭത്തിൽ അധികം എന്താണ്? റിഫ്ഖാൻ. ഇപ്പൊ നോക്ക്, ഫഖൂല ലഹു ഖൗലൻ ലയ്യിന. ആരോടാ പറഞ്ഞത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂനോടും. ആരടുത്തേക്ക് പോകുമ്പോഴാ പറഞ്ഞത്? ഫിർഔന്റെ അടുത്തേക്ക് ദഅവത്തിന് പോകുമ്പോഴാ പറഞ്ഞത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ഏറ്റവും അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധിക്കാരിയുടെ അടുത്ത് പോകുമ്പോഴും മാന്യമായി സംസാരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അസ്ല് റിഫ്ഖാണ്. എല്ലാവരോടും എല്ലാ കാര്യത്തിലും റിഫ്ഖ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ മക്കളോട് പെരുമാറുമ്പോ, ഭാര്യയോട് പെരുമാറുമ്പോ, ഉമ്മയോട് പെരുമാറുമ്പോ സഹപ്രവർത്തകരോട് റിഫ്ഖോടുകൂടി വളരെ ഒരു ലാളിത്യം സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ അതുണ്ടാകണം. അത് ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിൽ റിഫ്ഖുണ്ടോ ആ കാര്യത്തിന് അത് ഭംഗി കൂട്ടും. ഭംഗി കൂട്ടും. അപ്പൊ റിഫ്ഖ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. ഒരാൾ നല്ല ഒരു വിഷയം തന്നെ രണ്ടാൾ സംസാരിക്കും, ഒരാൾ ഭയങ്കര സ്ട്രോങ്ങില് ഒരു റിഫ്ഖ് ഇല്ലാതെ സംസാരം, അതേ കാര്യം തന്നെ വളരെ സ്നേഹത്തോടു കൂടി അത് അവതരിപ്പിച്ച് അത് ആളുകൾ സ്വീകരിക്കും. ആളുകൾ ചില സലഫുകൾ പറഞ്ഞത് കാണാം, മല്ലാനത് കലിമതുഹു വജബത് മഹബ്ബതുഹു. ഒരാളുടെ സംസാരം വളരെ ലാളിത്യമുള്ള സംസാരമായാൽ അവിടെ ഇഷ്ടം ഉണ്ടാകും. അല്ലെ? ചില ആളുകൾ അവരുടെ പെരുമാറ്റം കൊണ്ട് അവർ പറയുന്നത് ആളുകൾ പ്രത്യേകിച്ചും കേൾക്കും. അതുകൊണ്ട് റിഫ്ഖ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമുക്ക് അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹു. അല്ലാഹു തആല രണ്ട് കാര്യങ്ങൾ നിന്നിൽ ഇഷ്ടപ്പെടുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന് അൽ ഹിൽമു വൽ അനാത്ത്. അൽ ഹിൽമു വൽ അനാത്ത്. ഹിൽം എന്ന് പറഞ്ഞാൽ സഹനം, അനാത്ത് എന്ന് പറഞ്ഞാൽ അവധാനത, ഒരു കാര്യത്തിൽ എടുത്തു ചാടാതിരിക്കുക എന്നുള്ളത്. ഇത് അഷദ് അബ്ദുൽ ഖൈസ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇന്ന ഫീക ഖസ്ലതൈൻ, നിനക്ക് രണ്ട് സ്വഭാവ ഗുണങ്ങളുണ്ട്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഏതാണെന്ന്? ഹിൽം, സഹനം, ക്ഷമ, വിവേകം. മറ്റൊന്ന് അനാത്ത്, അവധാനത, എന്തൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുക, ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഅന്നി മിനല്ലാഹ്, സാവകാശം കാണിക്കുക, അവധാനത കാണിക്കുന്ന അള്ളാഹുവിൽ നിന്നാണ്. വൽ അജലതു മിനശ്ശൈത്താൻ, ധൃതി കാണിക്കുന്നത് ശൈത്താനിൽ നിന്നാണ്. അപ്പൊ എന്തൊരു കാര്യത്തിൽ ഒരു കാര്യം കേട്ടാൽ നമ്മൾ എടുത്തു ചാടിയൊന്നും പ്രതികരിക്കരുത്. സാവകാശങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും എന്താണ് അവിടെ ഏറ്റവും നല്ലത്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ഹിൽ, ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിന് വിവേകത്തോടു കൂടി പെരുമാറുക, അവിടെ സബർ ചെയ്യേണ്ടതാണെങ്കിൽ സബർ ചെയ്യുക. അള്ളാഹു അൽ ഹലീമാണ്. അള്ളാഹുവിന്റെ ഹിൽമ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്ക്, അള്ളാഹു അവന് ഹിൽമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും ഉടനടി ശിക്ഷ നൽകുകയാണെങ്കിൽ നമ്മളൊക്കെ എവിടെന്നോ എന്ത് ചെയ്തിട്ടുണ്ടാവും? നശിച്ചു പോയിട്ടുണ്ടാവും. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റുകൾ നോക്ക്. അള്ളാഹു അസ്സതീറാണ്. സതീർ എന്ന് പറഞ്ഞാൽ എന്താ? മറച്ചു വെക്കുന്നവനാണ്. നോക്ക്, നമ്മൾ രഹസ്യത്തിലും ആരും കാണാതെ ചെയ്ത ഒരുപാട് ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്ത കാര്യങ്ങളുണ്ട്. അതല്ലാഹു നമ്മളെ വഷളാക്കാതെ മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആ മറ നമ്മളുടെ അഭിമാനം അത് കാത്തു സൂക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോ അള്ളാഹു അൽ ഹലീമാണ്. അള്ളാഹുവിന്റെ ഹിൽമ കൊണ്ടാണ് അള്ളാഹു നമ്മൾക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് അബദ്ധം സംഭവിച്ചാലും സമയം തരുന്നത് മാറാനും തൗബ ചെയ്യാനും ഒക്കെ. മറ്റൊന്ന് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഹയ്യുൻ സതീർ. അള്ളാഹു ലജ്ജിക്കുന്നവനാണ്, മറച്ചു വെക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാഅ വസ്സതർ. ലജ്ജ അവൻ ഇഷ്ടപ്പെടുന്നു. ലജ്ജ എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്, ലജ്ജിക്കുക.
അള്ളാഹുവിനോട് ലജ്ജയാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിനോട് ഒരുത്തൻ ലജ്ജിച്ചാൽ അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യൂല. ജനങ്ങളുടെ മുമ്പിൽ ലജ്ജയോടുകൂടി പെരുമാറുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. മറ്റൊരാളുടെ തിന്മകൾ നമ്മൾ മറച്ചു വെക്കണം. ആർക്കാ കുറവുകളില്ലാത്തത്? എനിക്ക് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവും, കുറവുകൾ ഉണ്ടാകും. മൻസത്തറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കും. ഇതിന് രണ്ട് വ്യാഖ്യാനമുള്ളത്. ഒന്ന്, അവന്റെ കുറവുകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ കുറവുകൾ അള്ളാഹു മറച്ചു വെക്കും. മറ്റൊന്ന്, ഒരാൾ മുസ്ലിമിന് വസ്ത്രം കൊടുത്താൽ, സതറ എന്ന് പറഞ്ഞാൽ അവൻ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്താൽ അള്ളാഹു നാളെ പരലോകത്ത് അവന് വസ്ത്രം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു മറച്ചു വെക്കും. അള്ളാഹു നമ്മളെ വഷളാക്കുകയില്ല. അപ്പം ലജ്ജ പ്രധാനപ്പെട്ട. ലജ്ജ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ആളുകൾ എന്തും ചെയ്യണം. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ലജ്ജയില്ലെങ്കിൽ പിന്നെ ആരെ മുമ്പിൽ എന്തും ചെയ്യും പറയും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആണുങ്ങളും അങ്ങനെ തന്നെ. അവരുടെ വസ്ത്രധാരണം, അവർ പറയുന്നത്, ആരോട് എന്ത് പറയണം, ആരുടെ മുമ്പിലും എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ലജ്ജയില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഇതിൽ നിന്ന്, ഇത്തരം ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് വലിയ വിഷയമാണ്. അടുത്ത നോക്ക്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ജമീലാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും എല്ലാം പൂർണ്ണതയുള്ള, മനോഹരമായ, ഭംഗിയുള്ളതാണ്. അള്ളാഹു എല്ലാം നൽകും ഭംഗിയുള്ളവനാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, നാമങ്ങൾ എല്ലാം മനോഹരമാണ്. യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു. ഭംഗി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയോടുകൂടി ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ള അള്ളാഹുവിന് ഇഷ്ടമാണ്. ഈ ഹദീസിന് ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഹാബത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. കിബറിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സഹാബത്ത് ചോദിച്ചു, നല്ല വസ്ത്രം, നല്ല ചെരുപ്പൊക്കെ ധരിക്കുന്നത് കിബറാണോ? അത് കിബറല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ജമീലാണ്, ജമാൽ ഇഷ്ടപ്പെടുന്നു. ഹദീസ് ജിബ്രീൽ, അല്ലെ? ഹദീസ് ജിബ്രീൽ കേട്ടിട്ടില്ലേ? ഹദീസ് ജിബ്രീൽ നമ്മളെ അയലക്കാട് ഇപ്പൊ ദൗറ നടന്നുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹ്. അത് നിങ്ങൾക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റില്ല, ഇന്ന് പങ്കെടുക്കുക. കാരണം മഗ്രിബ് വരെ ഉണ്ട്. ആ കിതാബ് ഒന്ന് തീരും ഇൻഷാ അല്ലാഹ്. അവസാനം ദർസിൽ ഡോക്ടർ അബ്ദുസ്സലാം സുഹൈമി ഹഫിളഹുല്ലാഹ്, മദീന വലിയ പണ്ഡിതനാണ്, ജാമിഅ ഇസ്ലാമിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഒരു നസീഹത്ത് ഇൻഷാ അല്ലാഹ് അവസാനം ഉണ്ടാവും. പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുക. അപ്പൊ ഹദീസ് ജിബ്രീലുള്ള ഒരു ഫായിദ പണ്ഡിതന്മാർ പറയുന്നത് എന്താ അറിയോ? ആ ജിബ്രീൽ വന്നത് എങ്ങനെയാണ്? എങ്ങനെ വന്നത്? നല്ല വെള്ള വസ്ത്രം ധരിച്ച്, നല്ല കറുത്ത മുടി. അപ്പം താലിബുൽ ഇൽം, ദീൻ പഠിക്കുന്ന ആൾ, ദീനുള്ള ആളുകൾ ഏറ്റവും വൃത്തിയിൽ, ഏറ്റവും ഭംഗിയിൽ നടക്കണം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അതിന്റെ വിശദീകരണത്തിലുള്ള ചില ആളുകൾ വിചാരിച്ചു ഇങ്ങനെ പാറി പറഞ്ഞ വസ്ത്രം അതാണ് ഭയങ്കര, അത് സുഹൃത്തിന്റെ അടയാളമൊന്നുമല്ല. ഏറ്റവും വൃത്തിയിൽ നടക്കുക എന്നുള്ളതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് അള്ളാഹു ഒരു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രം വാങ്ങാൻ പറ്റണം, നല്ല വസ്ത്രം തന്നെ ധരിക്കുക. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അടുത്ത് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. അള്ളാഹു ഒരു അമൽ ചെയ്താൽ അത് ഇത്ഖാനോടുകൂടി, ഏറ്റവും പെർഫെക്ഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് ഇബാദത്താകട്ടെ, ഇനി ദുനിയവിയായ കാര്യമാകട്ടെ. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നമുക്കൊരു കാര്യം മിനിമം ലെവലിലും ചെയ്യാം, മാക്സിമം ചെയ്യാം. ന്യൂനതകളില്ലാതെ ചെയ്യുന്നതിനാണ് ഇത്ഖാൻ എന്ന് പറയുക. അപ്പൊ ഏറ്റവും നന്നായി അൽ ഇഹ്സാനു ഫിൽ ഇബാദ, ഇബാദത്തുൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ മുമ്പിൽ കാണുന്നത് പോലെ നിസ്കരിക്കുക. അതാണ് അൽ ഇഹ്സാനു ഫിൽ ഇബാദ. അതാണ് മർത്തബത്തുൽ മുശാഹദ. അടുത്ത മർത്തബത്തുൽ മുറാഖബ. അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളാകട്ടെ ഏറ്റവും നന്നായി ചെയ്യുക. വുളു ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയിൽ ചെയ്യുക. അതാണ് അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇവിടെ ഇദാ അമില അഹദുകും അമലൻ എന്ന് നക്കിറയായിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ദീനിന്റെ കാര്യം മാത്രമല്ല, ദുനിയാവിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ ജോലി ഉണ്ടാവും, ഞാൻ ചെയ്യുന്ന ജോലി ഉണ്ടാവും. ആ ജോലിയിൽ ഇത്ഖാൻ ഉണ്ടാകണം.
ഒരു അധ്യാപകൻ അധ്യാപനത്തിൽ ഏറ്റവും നന്നായി ചെയ്യണം. ഒരു എഞ്ചിനീയർ, സുലൈമാൻ റഹീൽ ഹഫിളഹുല്ലാ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരു മുഹന്ദിസ്, ഒരു എഞ്ചിനീയർ അയാളുടെ പണി ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയിൽ ചെയ്യണം. ഒരു ഡോക്ടർ അയാളുടെ പണി ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ലെവലും ചെയ്യാം, മാക്സിമം ലെവലും ചെയ്യാം അല്ലേ. ഒരു പണി, ഇപ്പൊ ഒരു വീട്ടിലൊരു കൂലിപ്പണിക്ക് വന്ന കൈക്കോട്ടണിക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. അത് അവരെ പണി ഇങ്ങനെ തട്ടിമുട്ടി തീർക്കും ചെയ്യാം, ഏറ്റവും വൃത്തിയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ആ ജോലി ഏറ്റവും വൃത്തിയിൽ, ഏറ്റവും പെർഫെക്ഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് അത് ദുനിയവിയായ കാര്യമാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ ചെയ്യണ പണി ദീനിന്റെ ഇബാദത്താണെങ്കിലും ഇനി ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ഏറ്റവും നന്നായി ചെയ്യും. അപ്പൊ അവനവന്റെ ജോലി എന്താണെന്ന് അവർക്ക് അറിയാലോ, അത് ഏറ്റവും വൃത്തിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാന്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ പിന്നെ ആൾക്കാർക്കും ഇഷ്ടമാവും. പിന്നെ നമ്മളെ പണിക്ക് വിളിക്കും അല്ലേ, വിളിക്കും, ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അവനവനത് ചെയ്യുന്നില്ലെങ്കിലും അവനൊരു ജോലി എടുപ്പിക്കുമ്പോൾ അവർ ഏറ്റവും നന്നായി ചെയ്യണമായിരിക്കും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടുത്ത് നോക്കും, ഇന്നല്ലാഹ ഇദാ അൻഅമ അലാ അബ്ദിൻ നിഅമതൻ, അല്ലാഹു ഒരു അടിമക്ക് ഒരു അനുഗ്രഹം ചെയ്താൽ യുഹിബ്ബു അൻ യറ അസറ നിഅമതിഹി അലാ അബ്ദിഹി, ആ നിഅമത്തിന്റെ അടയാളം അവനിൽ കാണാൻ അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്തിന്റെ അടയാളം അവനിൽ കാണാം. വലിയ സമ്പന്നനാണ്, ദരിദ്രനെ പോലെ ജീവിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കണം എന്നല്ല, വലിയ സമ്പത്തുള്ള ആളാണ്, അയാൾക്ക് ലക്ഷങ്ങളും കോടികളും വരുമാനമുണ്ട്. പക്ഷെ അയാൾ ഒരു ഫക്കീറിനെ പോലെ കീറി പറഞ്ഞ വസ്ത്രം ജീവിക്കുക എന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ് നൽകിയ നിഅമത്ത് അത് അള്ളാഹുവിനോടുള്ള ശുക്റിന്റെ ഭാഗമായി അത് പ്രകടിപ്പിക്കുക. അഹങ്കാരത്തിന്റെ ബാബിലേക്ക് പോകാൻ പാടില്ല, ധൂർത്തിലേക്കും പോകാൻ പാടില്ല. പക്ഷെ അള്ളാഹ് തന്ന നിഅമത്ത് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹ് തന്നത് നമുക്ക് പറയാൻ പറ്റണം. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹ് ചെയ്യുക നിഅമത്ത് നീ പറയണം. അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹ് നൽകിയ നിഅമത്ത് നമ്മൾ പറയുക എന്നുള്ളത് ശുക്റാണ്. ചില ആളുകൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയും, എങ്ങനെയുണ്ട് ജീവിതം? ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്, എപ്പോഴും അതാ പറയുള്ളൂ. അങ്ങനെ തട്ടിമുട്ടി പോകണം, അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ് ഖൈറാൻ, ഇന്ന ജോലി. അത് പറയുന്ന ആളുകളെ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് നമ്മുടെ അസൂയുള്ള ആളുകൂടെ നമ്മുടെ അനുഗ്രഹങ്ങൾ എടുത്തു പറയരുത്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിന്റെ ഭാഗമായി പറയൽ, അത് നാവിന്റെ ശുക്റാണ്. അപ്പൊ നമ്മൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത്, അത് പറഞ്ഞല്ലോ, അഹങ്കാരത്തിന്റെയും ധൂർത്തിന്റെയും ബാബിലേക്ക് അത് പോകാനും പാടില്ല. മനസ്സിലായില്ലേ? അപ്പോ സുഹൃദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളൊന്നും കാണിക്കാതെ അങ്ങനെ കീറി പറഞ്ഞ് നടക്കലൊന്നുമല്ല. സുഹൃദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ദുനിയാവ് ഹൃദയത്തിലേക്ക് കയറ്റാതിരിക്കലാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ദുനിയാവ് അള്ളാഹു ഏറെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ദുനിയാവ് അവരുടെ മനസ്സിലുണ്ടാവില്ല. ദുനിയാവ് എന്നുള്ള ചിന്ത ഉണ്ടാവും. അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും, അത് അവർ സ്വീകരിക്കും. അടുത്ത് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്രതൈൻ വഅഥറൈൻ. അള്ളാഹുവിന് രണ്ട് തുള്ളികൾ, രണ്ട് അടയാളങ്ങൾ ഏറെ ഇഷ്ടമാണ്. ഒന്ന് ഖത്രതു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാഹ് വഖത്രതു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്. രണ്ട് തുള്ളികൾ. ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി വന്നു, ആ തുള്ളി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് അവന്റെ രക്തം എന്ത് ചെയ്തു? ചിന്തി. ആ രക്തത്തുള്ളിയും അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 60-ൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇതിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി പകർത്താൻ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയാൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി നമ്മൾ മാറിയാൽ അതിന്റെ പരലോകത്തിൽ ലഭിക്കുന്ന ഗുണം എന്താ നമ്മൾ പറഞ്ഞു? ആർക്കും ഓർമ്മല്ലേ?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. പക്ഷെ പരലോകത്തെത്തിയാൽ അയ്യോ വല്ലാഹി ലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ. അള്ളാഹുവാണ് സത്യം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു നരകത്തിൽ എറിയുകയില്ല. അതാണ്, അള്ളാഹുവിന്റെ നരകം സ്പർശിക്കൂല അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരാള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ, അതിന് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് 10-60 കൂടുതൽ കാര്യങ്ങൾ നമ്മൾ 2 ദർസുകളിലായിട്ട് പറഞ്ഞു. ഇതൊക്കെ പലതും നമ്മൾ കേട്ടതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കാര്യമായി പരിഗണിച്ച് ശ്രദ്ധിച്ച് പരമാവധി ചെയ്ത് അള്ളാഹുവിന്റെ മഹബ്ബ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا.